السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رسول الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ പ്രയാസങ്ങൾ അല്ലാഹു അകറ്റി തരട്ടെ, സമാധാനം നൽകട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ലാ, അവർക്ക് സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന ദിക്റുകൾ സ്വലാത്തുകൾ ഖബൂൽ ചെയ്യണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഇടങ്ങേറുകളും നീ അകറ്റി തരണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പരിശുദ്ധമായ മുഹറം മാസത്തിലെ വളരെയേറെ പോരിശകൾ നിറഞ്ഞ ദിനരാത്രികൾ നമ്മളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഈ രാത്രികളിലൊക്കെ നാം ചെല്ലുന്ന എല്ലാ ദിക്റുകളും സ്വലാത്തുകളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളെ ജീവിതത്തിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു കൂട്ടം അമലുകൾ വേണം, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ വേണം. അതിനു വേണ്ടിയാണ് ഈ ദുനിയാവിലുള്ള ജീവിതം. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ് ദുനിയാവ്. ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ധാരാളം ഇബാദത്ത് ചെയ്യണം, അതാണ് കൃഷി. ഇവിടെ നമ്മൾ ധാരാളം ഇബാദത്ത് ചെയ്യണം. ആ ഇബാദത്തുമായിട്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകേണ്ടത്. അള്ളാഹുവിന്റെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയണം. അതിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ നിനക്ക് ജീവിക്കാൻ ഒരുപാട് കാലം അവസരങ്ങൾ തന്നു, ആ ആയുസ്സിൽ നീ എന്ത് അമലാണ് ചെയ്തത്, എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? അപ്പൊ നമുക്ക് പറയാൻ കഴിയണം, ഉസ്താദ്, അള്ളാഹുവെ, ഞങ്ങൾ ഒരുപാട് അമലുകൾ ചെയ്തു, ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് ഹംദുകൾ ചൊല്ലിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഒരുപാട് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ അമലുകളെ ന്യൂനതകളൊക്കെ അള്ളാഹു പരിഹരിച്ചു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. വൈലാ ഹദ്റത്തി സയ്യിദിനാ വ ഹബീബിനാ വ മുൻജീനാ വ മുർഷിദിനാ വ ഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ചൊല്ലുന്നതിന്റെ മുമ്പ് നമ്മളെ മജ്ലിസ് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ മജ്ലിസിൽ വന്നുകൊണ്ട് ഒരു സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ, ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയാൽ, ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവർ ചൊല്ലിയതുപോലത്തെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകാണ്. അതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറ്റുള്ളവരെ നമ്മളെ മജ്ലിസിലേക്ക് കൊണ്ടുവരാനും ആരും മടിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. വഇലാ ഹദ്റത്തി ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
آمين وإلى حضرة قطب العالم سيم ولي الله المدعوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة خضر عليه السلام الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പലരുടെയും ഉമ്മ ഉപ്പ ഖബറിലുണ്ട്, പലരുടെയും ഭർത്താക്കന്മാര് ഖബറിലാണ്, ജ്യേഷ്ഠനിയന്മാര് ഖബറിലാണ്, കുടുംബക്കാര് ഖബറിലാണ്, മക്കള് ഖബറിലുണ്ട്, റബ്ബേ ഭാര്യമാര് ഖബറിലുണ്ട്, അയൽവാസികൾ ഖബറിലാണ്. അവരെ ഖബറിലെ അവസ്ഥ നമുക്ക് എന്താന്ന് അറിയൂല. പടച്ചവനെ, മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. പലർക്കും ഇന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയില്ല, ഉപ്പ എന്ന് വിളിക്കാൻ ഉപ്പയില്ല, ഭർത്താവിനെ ഇക്ക എന്ന് വിളിക്കാൻ ഭർത്താവില്ല, മക്കള് ഖബറിലുണ്ട്. അവരുടെ ഖബറൊക്കെ നീ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ റഹ്മാനെ. അവർക്ക് വേണ്ടി നമുക്ക് ഒരു ഫാത്തിഹ ഓതാം. വൈലാ ഹദ്റത്തി മമ്മാതു മിന്നാ അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ നാഥ, ഖബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്നവര് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു വരുന്നവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. എന്ത് മുറാദുകൾ ഉണ്ടെങ്കിലും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ റഹ്മാനെ. നിന്റെ കാവൽ നൽകണേ അല്ലാഹ്, നിന്റെ സംരക്ഷണം നൽകണേ അല്ലാഹ്, നിന്റെ സഹായം നൽകണേ അല്ലാഹ്, നിന്റെ കാവൽ നൽകണേ അല്ലാഹ്, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി എന്റെ കൂടെ ചൊല്ലുക. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق
والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما
أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ഞങ്ങളുടെ സ്വലാത്തുൽ ഫാത്തിഹ ഖബൂൽ ചെയ്യണം റഹ്മാനെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി തരണേ അല്ലാ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഒരുപാട് ടെൻഷനുകളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് എല്ലാം നീ അകറ്റി തരണേ അല്ലാ അതിന് ദാറുൽ മുബീൻ മജ്ലിസ് കാരണമാക്കണേ അല്ലാ ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണേ അല്ലാ ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ മദീനയിൽ ചെല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ഈ മജ്ലിസുള്ളവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഖബൂൽ ചെയ്യണേ അല്ലാ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കുടുംബങ്ങളെ ഞങ്ങളെ മക്കളെ ഞങ്ങളെ മാതാപിതാക്കളെ ഈ മജ്ലിസ് കാണുന്നവരെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ കാക്കണേ റബ്ബേ അയൽവാസികളെ കുടുംബങ്ങളെ കൂട്ടുകാരെ കാക്കണേ റബ്ബേ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ റബ്ബേ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് നിങ്ങളൊക്കെ ചൊല്ലാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഈ ദിക്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട് ഒരുപാട് പോരിശയുള്ള ദിക്റാണ് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം അസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي
قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് സർവ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. സർവ ഹാജത്തുകളും നിറവേറ്റി തരണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റി തരണേ റബ്ബേ. മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളായ ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാരുണ്ട്. അവരെ നീ സ്വീകരിക്കണേ അല്ലാ. അവരെ എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് ഒരു ബൈത്താണ്. യാക്രമ ബൈത്തിലെ അവസാനത്തെ ഒരു ബൈത്താണ്. അധികം ആളുകൾക്കും ഈ ബൈത്ത് അറിയാം. ഈ ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി ചൊല്ലിയാല് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യം ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി ചൊല്ലാം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر
واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സ്വീകരിക്കണേ റബ്ബേ ഈ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായി ഒരുപാട് പാപങ്ങൾ ചെയ്ത പാപികളാണ് റബ്ബേ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ റബ്ബേ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ഞങ്ങളെ മജ്ലിസ് കാണുന്നവര് ആരൊക്കെയുണ്ടോ അവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ അല്ലാ ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാ മലായികത്തീങ്ങളെ കാവല് നൽകണേ റബ്ബേ
ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് റസൂലുള്ളാഹിനോട് അല്പം സലാം പറയാം. എല്ലാവരും ആത്മാർത്ഥമായി ഈ സ്വലാത്തിൽ പങ്കെടുക്കുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, الصلاة والسلام عليك يا سيد المرسلين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سيد المرسلين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سيد المرسلين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سيد المرسلين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سيد المرسلين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سيد المرسلين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سيد المرسلين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سيد المرسلين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سيد المرسلين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سيد المرسلين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سيد المرسلين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سيد المرسلين. ഞങ്ങളെ സ്വലാത്തും സലാമും കബൂൽ ചെയ്യണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മദീനയിലേക്ക് ചെല്ലാൻ, ആ മദീനയിൽ വെച്ച് മുത്തുനബിയോട് ഡയറക്റ്റ് ആയി സലാം പറയാൻ പാപികളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളെ പൊരുത്തമുള്ള മജ്ലിസ് ആക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ സ്നേഹം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. സ്വർഗ്ഗത്തിൽ വെച്ച് മുത്തുനബിയെ കാണാൻ, മുത്തുനബിയുടെ തൃക്കല്യം കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. അതേ ഹബീബായ തങ്ങളെ പൊരുത്തം കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്, ദുഃഖങ്ങൾ അകറ്റണേ അല്ലാഹ്. അതേ ഹബീബായ തങ്ങളെ പൊരുത്തം കൊണ്ട് റബ്ബേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് മക്കൾക്ക് ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകല്ലാ, കടങ്ങൾ വീട്ടിക്കൊണ്ട് റബ്ബേ, വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് യാസീൻ സൂറത്തിലെ ഒരു ആയത്താണ്. മെൻസസ് ഉള്ള ഉമ്മമാർ ഇതൊരു ദിക്റാണ് എന്ന നിലക്ക് ചൊല്ലിയാൽ മതി. കാരണം ഇതൊരു ദിക്റിന്റെ സ്ഥാനത്തായി മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി ചെല്ലുക. ആഫത്ത് മുസീബത്തുകൾ നമുക്ക് രക്ഷപ്പെടാനുള്ള വല്ലാത്ത ഒരു പോംവഴിയായി മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരായത്താണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം,
സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 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 ഖബൂൽ ചെയ്യണേ അല്ലാഹ് ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ റബ്ബേ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ് ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ ഞങ്ങൾ പലരും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് കാവല് നൽകണേ റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരെ കാക്കണേ റബ്ബേ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കുക, പ്രാർത്ഥനക്ക് ആമീൻ പറയുക. കഴിയുന്ന ആളുകളൊക്കെ ആമീൻ എന്നുള്ളത് കമന്റിൽ എഴുതി വിടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد. أرحم الراحمين آية പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് നീ ഉന്നതയിൽ നിന്ന് ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കണേ റബ്ബേ. ഞങ്ങൾ ഇവിടെ ചൊല്ലിയത് മുഴുവനും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവര് ഒരുപാട് രോഗികളാണ്. പ്രഷർ ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവരുണ്ട്, ക്യാൻസർ ഉള്ള
ഉള്ളവരുണ്ട്. ഊരവേദന, തലവേദന, കണ്ണുവേദന, വയറുവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രയാസമുള്ള ആളുകള്, വൃക്കക്ക് പ്രശ്നമുള്ള ആളുകളുണ്ട്, തലച്ചോറിന് പ്രശ്നമുള്ള ആളുകളുണ്ട്, രക്തസംബന്ധമായ അസുഖമുള്ള ആളുകളുണ്ട്. ഇങ്ങനെ പല പല അസുഖങ്ങളാണ്. ശിഫയാക്കണേ അല്ലാ, ആയിരാരോഗ്യം നൽകണേ അല്ലാ. എന്ത് രോഗമുണ്ടെങ്കിലും അതിന്റെ വൈറസുകള് ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റി കളയണേ അല്ലാ, എടുത്ത് കളയണേ അല്ലാ. ആയിരാരോഗ്യം നൽകണേ അല്ലാ. ഓപ്പറേഷൻ പറഞ്ഞവരുടെ ഓപ്പറേഷങ്ങളില്ലാതെ രോഗം ശിഫയാക്കണേ അല്ലാ. ഹോസ്പിറ്റലുള്ളവർക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. ധാരാളം ആളുകൾ റബ്ബേ കടം കൊണ്ട് പ്രയാസത്തിലാണ്. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, കടക്കാരാക്കല്ല അല്ലാ. സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. നിന്റെ ഖജനാവ് വലുതാണ്. എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ ഞങ്ങളുടെ റബ്ബേ, സാമ്പത്തികമായ അഭിവൃദ്ധി കൊണ്ട റബ്ബേ, കടങ്ങൾ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കല്ല. വീട് പണി തുടങ്ങിയവർക്ക് അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കല്ല. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാ. ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല. പഠിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പഠിച്ചവനെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ റബ്ബേ. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തി വിവാഹം ശരിയാത്തവർക്ക് നല്ല വിവാഹ ജീവിതം നൽകണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. മക്കൾക്ക് നല്ല ബുദ്ധി കൂർമ്മത നൽകണേ അല്ലാ. അച്ചടക്കം നൽകണേ അല്ലാ. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. മക്കള് കാരണം ഞങ്ങളെ അഭിമാനം നഷ്ടപ്പെടുത്തല്ല അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് ഞങ്ങളെ പൊന്നോമന മക്കളിലൂടെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകല്ല, ഐക്യം നൽകല്ല, സമാധാനം നൽകല്ല. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളെ നന്നാക്കണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദേ, നിങ്ങളെ പ്രാർത്ഥന പ്രവാസികളെ മറക്കരുതേ എന്ന് പറഞ്ഞ സഹോദരിമാരുണ്ട്. ആ പ്രവാസികൾക്ക് ഖൈർ നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കല്ല. നാട്ടില് കച്ചവടം ബിസിനസ്സും തൊഴിലും ചെയ്യുന്നവർക്കും ഖൈർ നൽകല്ല, സന്തോഷം നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും റദിയാല തൗഫീക്ക് നൽകണേ റഹ്മാനെ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള് അല്ലാ, ഞങ്ങളുടെ ഭാര്യ മക്കള്, കുടുംബക്കാര്, ജ്യേഷ്ഠന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അവരെ കുടുംബക്കാര്, ഞങ്ങളെ വല്ലുപ്പ വല്ലുമ്മമാര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. എല്ലാവർക്കും അയൽവാസികള് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ അല്ലാ. സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്ത് എടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മേഖലകളിലും ബറക്കത്തും റഹ്മത്തും നിന്റെ സഹായവും നൽകല്ല. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഒരുപാട് കാലം രോഗശയിൽ കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. അള്ളാഹുവേ, ഞങ്ങളെ മജ്ലിസ് കാണുന്ന പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവര് പലരുടെയും ഉമ്മ ഉപ്പ ഖബറിലാണ്, ഭാര്യ ഭർത്താക്കന്മാര് ഖബറുണ്ട്, മക്കള് ഖബറിലാണ്, ഉറ്റവരുടേവര് ഖബറിലാണ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ.
അവർക്കും ഞങ്ങൾക്കും നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ. ആരൊക്കെ ഈ മജ്ലിസിൽ എന്തൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ സർവ്വ മുറാദുകളും ഹാസിലാക്കി കൊടുക്കല്ലാ. സർവ്വ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കല്ലാ. സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. അവസാനം സിറാത്ത് പാലം വിട്ട് കടന്നുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ കുടുംബങ്ങൾക്ക് ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവർക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവിടെ വെച്ച് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. യാ അല്ലാമൽ ഗുയൂബി യസ്ർ അസീറനാ വസഖിൽ ഉമൂറനാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ يا ارحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.